كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് ഈ ഒരു സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ നല്ല ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനിൻ്റെ ശാഖയായിക്കൊണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒന്നാണ് ലജ്ജ എന്നുള്ളത് ഒരു ഖുത്ബയിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അടിസ്ഥാനപരമായിക്കൊണ്ട് ലജ്ജയെ നമുക്ക് 4 വിഭാഗങ്ങളായിക്കൊണ്ട് തിരിക്കാം. ഒന്ന് അള്ളാഹുവിനോടുള്ള ലജ്ജ, മറ്റൊന്ന് മലക്കുകളോടുള്ള ലജ്ജ, മൂന്നാമത്തത് സ്വന്തത്തോടുള്ള ലജ്ജ, നാലാമത്തത് മനുഷ്യരുമായി കൊണ്ടുള്ള ലജ്ജ. ഇത്തരം 4 മേഖലകളുമായി കൊണ്ട് നമ്മുടെ ലജ്ജാശീലം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ പറയാനും അത് ജീവിതത്തിൽ പകർത്താനും എനിക്കും നിങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് അള്ളാഹുവിനോടുള്ള ലജ്ജ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏറ്റവും മഹത്തരമായി നിർബന്ധമായി കൊണ്ട് നമ്മളിൽ ഉണ്ടാകേണ്ട ഒന്നാണ് റബ്ബുമായി കൊണ്ടുള്ള ഹയാ, ലജ്ജ എന്ന് പറയുന്നത്. മനുഷ്യൻ തൻ്റെ രഹസ്യവും പരസ്യവും അറിയുന്ന അള്ളാഹുവിൻ്റെ മുമ്പിലാണ് യഥാർത്ഥത്തിൽ ലജ്ജയുണ്ടാകേണ്ടത് എന്നുള്ളതാണ്. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ഫല്ലാഹു അഹഖു അൻ യസ്തഹീ മിൻഹു മിനന്നാസ്. ലജ്ജ തോന്നുന്ന കാര്യത്തിൽ
മനുഷ്യർക്ക് സൃഷ്ടികളേക്കാൾ ബാധ്യത അള്ളാഹുവിനോടാണ് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്ന റജുലൻ ഖാൽ, ഒരാൾ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് പ്രവാചകനോട് പറയുകയാണ്, ഊസീക, പ്രവാചകരെ എന്നെ ഉപദേശിച്ചാലും. അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ഉപദേശിച്ചിട്ടുള്ളത് അൻ തസ്തഹില്ലാഹു അസ്സ വജല്ല കമാ തസ്തഹി റജുലൻ സ്വാലിഹൻ മിൻ ഖൗമിക. നിന്റെ ജനതയിൽപ്പെട്ട സ്വാലിഹായ മനുഷ്യനിൽ നിന്ന് നീ ലജ്ജ വെച്ച് പുലർത്തുന്നത് പോലെ അള്ളാഹുവിനോടും ലജ്ജ വെച്ച് പുലർത്തണമെന്നാണ് ഞാൻ നിന്നോട് ഉപദേശിക്കുന്നതെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബത്തിന് ഉപദേശമായി കൊണ്ട് നൽകിയതായി ഹദീസിൽ കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ നിരീക്ഷണത്താൽ നമ്മുടെ മനസ്സിനെ സജീവമാക്കിക്കൊണ്ട് നിർത്തലാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള ലജ്ജ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യഅലമു ഹാഇനതുൽ അഗ്യുനി വമാ തുഖ്ഫിസ് സുദൂർ. കണ്ണുകളുടെ കണ്ണുനോട്ടവും ഹൃദയങ്ങൾ മറച്ചുവെച്ചതും അറിയുന്നവനാണ് ആ റബ്ബ്. വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് റബ്ബിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഈ നിരീക്ഷണം നമ്മുടെ മനസ്സുകളിൽ സജീവമായിക്കൊണ്ട് നിലനിർത്തുക എന്നുള്ളതാണ് റബ്ബിനോട് മനുഷ്യരെക്കാളും കൂടുതൽ റബ്ബിനോടുള്ള ലജ്ജയായിക്കൊണ്ട് ഉണ്ടാകണമെന്നുള്ളതാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇബ്നു ഖുദാമ റഹിമഹുല്ല പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ്, വഅലം, നീ അറിയണം, നിന്നെ അല്ലാഹു നിന്നെ വീക്ഷിക്കുകയും നിന്നിലേക്ക് നോക്കുകയും ചെയ്യുന്നുണ്ട്. ഏത് സമയത്തും റബ്ബിൻ്റെ വീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളും. സദാസമയം റബ്ബിൻ്റെ നോട്ടത്തിലാണ് ഞാനും നിങ്ങളും കഴിയുന്നത്. അതിനാൽ നിന്നോട് പറയുക, സമൂഹത്തിൽ നല്ലവരായ ഒരു മനുഷ്യൻ എന്നെ കാണുന്നുണ്ട് എങ്കിൽ ഞാൻ ഉറപ്പായും ലജ്ജിക്കുമല്ലോ. ഒരു മനുഷ്യൻ നമ്മളെ കാണുമ്പോൾ തീർച്ചയായിട്ടും ആ മറ്റുള്ള ആളുകൾക്ക് നമ്മളെ കുറിച്ച് ലജ്ജയുണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. എങ്കിൽ മനുഷ്യരെ കാണുമ്പോൾ ലജ്ജയുണ്ടാകുമ്പോൾ പിന്നെ എങ്ങനെയാണ് അവൻ്റെ എല്ലാ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും റബ്ബവനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ റബ്ബിൽ നമുക്ക് ലജ്ജയില്ലാതിരിക്കുക? തീർച്ചയായിട്ടും അവന് ലജ്ജയുണ്ടാകണമെന്നുള്ളതാണ് മഹാന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ലജ്ജയുടെ ഒന്നാമത്തെ വശം എന്ന് പറയുന്നത്, ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് നമ്മളെ റബ്ബുമായി കൊണ്ടുണ്ടാവുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ് ഉണ്ടാകേണ്ടത്? എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ലജ്ജകൾ സൃഷ്ടിക്കുമെന്നുള്ളത് തീർച്ചയാണ്. നമ്മുടെ മനസ്സിലത് ഉണ്ടാകേണ്ടി, അത് നമ്മുടെ മനസ്സിലാണ് നമ്മൾ സൃഷ്ടിക്കപ്പെടേണ്ടത്, അല്ലേ? നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടോ, എന്തൊക്കെ തോന്നലുകളുണ്ടോ, അല്ലേ?
എന്തെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം അറിയുന്നുണ്ട് എന്നുള്ളൊരു ബോധം അത് നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കുമ്പോൾ മാത്രമാണ് എല്ലാ തെറ്റുകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സഹായകരമാവുകയുള്ളൂ എന്നുള്ളതാണ്. അതാണ് റബ്ബുമായി കൊണ്ടുള്ള ലജ്ജ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യൂം റഹിമഹുല്ല അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത് അൽ ഹയാഉ മിനല്ലാഹി നൂർ യഖഉ ഫീ ഖൽബിഹി, അല്ലാഹുവിനെ തൊട്ടുള്ള ലജ്ജ ഹൃദയത്തിലുണ്ടാകുന്ന പ്രകാശമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവിനെ തൊട്ടുള്ള ലജ്ജ അവന്റെ ഹൃദയത്തിലുണ്ടാകുന്ന പ്രകാശമാണ് എന്നുള്ളതാണ്. നീ നിന്റെ റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന് ആ പ്രകാശം അവന് കാണിച്ചു കൊടുക്കുമെന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ് ഫയസ്തഹി മിൻഹു ഫീഹി ഹലാവതുഹു വജലാവതുഹു. അദ്ദേഹം അതിൽ വിശദീകരിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്: അങ്ങനെ അവൻ തൻ്റെ രഹസ്യ ജീവിതത്തിലും അവൻ്റെ പരസ്യ ജീവിതത്തിലും അല്ലാഹുവിനെ തൊട്ടവൻ ലജ്ജിക്കുമെന്നുള്ളതാണ്. ഇമാം ഇബ്നുൽ ഖയ്യൂം റഹിമഹുല്ല ഒന്നുകൂടി അദ്ദേഹം ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത് ലജ്ജാശീലം ഏറ്റവും ഉത്കൃഷ്ടവും ഉദാത്തവും ഉന്നതവുമായി കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള സ്വഭാവമാണ് വിശ്വാസികളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, മനുഷ്യനിൽ മാത്രമുണ്ടാകുന്ന ഒരു പ്രകൃതം കൂടിയാണ് തീർച്ചയായിട്ടും മനുഷ്യത്വമായിക്കൊണ്ട് ഒരു മനുഷ്യനിൽ ഉണ്ടാക്കുന്നതാണ് ലജ്ജ എന്ന് പറയുന്നത്. എന്നാൽ ഈ മനുഷ്യത്വപരമായിക്കൊണ്ട് ഒരു മനുഷ്യനിൽ ലജ്ജയുണ്ടാകുന്നില്ല എങ്കിൽ മനുഷ്യത്വത്തിൻ്റെ മാംസവും രക്തവും അവന്റെ പുറം തോടുകൾ ഒന്നുമല്ലാതെ അപ്രകാരം ലജ്ജയില്ലാത്ത ആളുകളിൽ ഒരു നന്മകളും നമുക്ക് കാണാൻ സാധ്യമല്ല എന്ന് ഇബ്നുൽ ഖയ്യൂം റഹിമഹുല്ല പ്രവാചകന്റെ വചനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം തഫ്സീറുകളിൽ രേഖപ്പെടുത്തുകയുണ്ടായി. നോക്കൂ നിങ്ങൾ, ഹാത്തിമുൽ അസ്മാ റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്കെന്താണ്? അല്ലാഹുവിന്റെ കണ്ണ് വെട്ടിച്ച് ഒരിടത്തും മാറിയിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ, പടച്ചോനെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല, ഒരിടത്തേക്കും മാറി നിൽക്കാൻ സാധ്യമല്ല, അല്ലേ? അത് കഴിയില്ല എന്ന് അറിയുന്ന വിശ്വാസികളെ അവരോട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് എങ്കിൽ അല്ലാഹുവിനെ ധിക്കരിച്ച് ലജ്ജയില്ലാത്തവനായിക്കൊണ്ട് എങ്ങനെ നിനക്ക് ജീവിക്കാൻ സാധിക്കും? പണ്ഡിതന്മാർ നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ഒരു സത്യവിശ്വാസിക്ക് അവന്റെ സൃഷ്ടാവിന്റെ കാര്യത്തിൽ ലജ്ജ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യകരമാണ്. കാരണം അനുഗ്രഹങ്ങൾ നൽകിയ തൻ്റെ നാഥനെ അനുസരിക്കലും നന്ദി കാണിക്കലും അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അതിൽ വീഴ്ച വരുത്തുക എന്ന് പറയുന്നത് റബ്ബിനോടുള്ള ലജ്ജ അവനില്ലാതെയാകുന്നു എന്നുള്ളതാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അല്ലാഹുവിനോട് നമ്മൾ എങ്ങനെ ലജ്ജയുണ്ടാകണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കൃത്യമായി ഒന്നുകൂടി നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ സ്വഹാബത്തിനോട് ഒരിക്കൽ പറയുകയുണ്ടായി, ഇസ്തഹയ്യു മിനല്ലാഹി ഹഖൽ ഹയാ, അല്ലാഹുവിന്റെ മുമ്പിൽ ഏത് വിധത്തിലാണോ ലജ്ജ കാണിക്കേണ്ടത് ആ വിധത്തിൽ നിങ്ങൾ ലജ്ജ കാണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറയുകയാണ്. അപ്പോൾ ഞങ്ങൾ ചോദിക്കുകയാണ് പ്രവാചകനോട് അവർ പറഞ്ഞതെന്താ? ഇന്നാ ലനസ്തഹി വൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സ്തുതി
ഞങ്ങൾ ലജ്ജയുള്ളവരാണല്ലോ. സ്വഹാബത്ത് പ്രവാചകനോട് പറയുകയാണ്, ഞങ്ങൾ ലജ്ജയുള്ള ആളുകളാണ്, റബ്ബിനാണ് സ്തുതി. ആ സമയത്ത് പ്രവാചകൻ അവരോട് പറഞ്ഞത്, ലൈസദാക വലാകിന്ന ഇസ്തിഹ്യാ മിനല്ലാഹി ഹക്കൽ ഹയാ. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയുള്ള ലജ്ജയല്ല. പ്രവാചകൻ സ്വഹാബത്തിനോട് പറയുകയാണ്. ആരാണ് പ്രവാചകനോട് പറഞ്ഞത് ഞങ്ങൾക്ക് ലജ്ജയുണ്ടെന്ന്? നമ്മുടെ മുൻഗാമികൾ പ്രവാചകന്റെ ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ ഒപ്പിയെടുത്തിട്ടുള്ള ആ സ്വഹാബാക്കളാണ് പറയുന്നത് ഞങ്ങൾക്ക് ലജ്ജയുണ്ടെന്ന്. പ്രവാചകന് പറഞ്ഞിട്ടുള്ളത് ആ ലജ്ജയല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, മറിച്ച് നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ യഥാവിധം ലജ്ജയെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്നിട്ട് പ്രവാചകൻ ആ ലജ്ജ എങ്ങനെയുണ്ടാകണമെന്ന് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങളുടെ ശിരസ് അത് ഉൾക്കൊള്ളുന്നതും നിങ്ങളുടെ ഉദാരവും അത് ഉൾക്കൊള്ളുന്നതും അതുപോലെ തന്നെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറയുകയാണ്, മരണത്തെയും നാശത്തെയും നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണം, പാരതീകത്തെ നിങ്ങൾ ആഗ്രഹിക്കണം. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഐഹിക ആഡംബരങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കും. ഇങ്ങനെ ചെയ്യുന്നവനാണ് അല്ലാഹുവിൻ്റെ മുമ്പിൽ യഥാവിധം ലജ്ജ കാണിക്കുന്ന ആളുകളെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, റബ്ബിനോട് നമുക്ക് യഥാവിധത്തിലുള്ള ലജ്ജ കാണിക്കാൻ കഴിയുന്നുണ്ടോ? ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് പദപ്രയോഗമാണ് നടത്തിയിട്ടുള്ളത്. ഒന്ന് ശിരസ് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അത് ഉൾക്കൊള്ളുന്നത് എന്താണ്? അവന്റെ കണ്ണ്, അവന്റെ കാത് തുടങ്ങിയ വികാര വിചാരങ്ങളടക്കം മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിന്റെ ബോധനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് മാത്രമേ നാം മുന്നോട്ടു പോകാവൂ. അവന്റെ പഞ്ചേന്ദ്രിയങ്ങളിലുള്ള ഭൂരിഭാഗവും ഇതിൽ ഉൾപ്പെട്ടു. നമ്മുടെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആലോചനകൾ എല്ലാം ഈ ശിരസ് എന്ന് പറയുന്നതിൽ ഉൾപ്പെട്ടു. അതെല്ലാം ഉദാത്തമാക്കണം. എങ്കിൽ മാത്രമാണ് റബ്ബിനോടുള്ള ഇസ്തിഹ്യാ, ആ ലജ്ജ അത് പൂർണ്ണമാവുകയുള്ളൂ എന്നുള്ളതാണ്. രണ്ടാമത്തത് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് ഉദരമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സമ്പാദ്യവും നമ്മുടെ ഭക്ഷണവും ഹലാലായി തീരണമെന്നുള്ളതാണ്. ഹറാമായ ഒന്നും ഉണ്ടാകാൻ പാടില്ല. പാരതീക വിജയം ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ആഡംബരങ്ങളിൽ ഭ്രമിക്കുകയില്ല. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് റബ്ബിൽ ഇസ്തിഹ്യാ കാണിക്കുന്നവർ അവരാണ് യഥാർത്ഥത്തിലുള്ള അല്ലാഹുവിനോട് ലജ്ജ കാണിക്കുന്ന ആളുകളെന്നാണ് ആ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. ഇബ്നു റജബ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹുവിൽ നിന്നാണെന്ന് തിരിച്ചറിയുകയും ശേഷം പാപങ്ങൾ ചെയ്യാൻ ആ അനുഗ്രഹങ്ങളെ ഉപയോഗിക്കുന്നതിൽ ലജ്ജിക്കാതിരിക്കുകയും ചെയ്യുന്നവന്റെ കാര്യങ്ങൾ അഅജബ, അത്ഭുതം തന്നെ. പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്ന വാക്കുകൾ നോക്കൂ നിങ്ങൾ. റബ്ബിന്റെ അനുഗ്രഹങ്ങൾ ധാരാളം നുകരുന്ന ആളുകളാണ് നമ്മൾ. നോക്കൂ നിങ്ങൾ. എന്നിട്ടും പാപത്തിൽ നിന്ന് മാറി നിൽക്കാൻ, പാപത്തിൽ നിന്ന് മാറി നിൽക്കാൻ, ഇതൊക്കെ റബ്ബ് കാണുന്നുണ്ട് എന്നുള്ള ഒരു ലജ്ജയുണ്ടായിക്കൊണ്ട് മാറി നിൽക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ
അവൻ്റെ കാര്യത്തിൽ അത്ഭുതമാണ് എന്നാണ് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നാമത്തെ ലജ്ജ എന്ന് പറയുന്നത് അള്ളാഹുമായി കൊണ്ട് ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തത് മലക്കുകളോടുള്ള ലജ്ജയാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. തീർച്ചയായും തങ്ങളുടെ മേൽ മലക്കുകളായ ചില മേൽനോട്ടക്കാരുണ്ട്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അവരെന്താണ്? അവർ മാന്യന്മാരാണ്. അതുപോലെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അറിയുകയും അത് കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ചിന്തയും അങ്ങനെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള കർമ്മങ്ങളെല്ലാം നമ്മൾ മൈന്യൂട്ടാണ് എന്ന് നിസാരവൽക്കരിച്ചുകൊണ്ട് കാണുന്ന എന്ത് കാര്യങ്ങളായിരുന്നാലും ശരി, അതൊക്കെ എന്താക്കുന്നുണ്ട്? മലക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം. അതാണ് മലക്കുകളുമായി കൊണ്ടുള്ള ലജ്ജയുണ്ടാവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ ഹൃദയങ്ങളിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ മാത്രമാണ് തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്കെന്താകാം? സഹായകരമാവുകയുള്ളൂ എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, അബലാ വറുസുലിനാ ലദൈഹിം യക്തുബൂൻ. അതെ, നമ്മുടെ ദൂതന്മാരായ മലക്കുകൾ അവരുടെ അടുക്കൽ എഴുതി വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് രണ്ടാമത് നമുക്കുണ്ടാകേണ്ടത്. മൂന്നാമത്തത് എന്താ ചോദിച്ചാൽ സ്വന്തത്തോടുണ്ടാകുക എന്നുള്ളതാണ്. സ്വന്തത്തോട് നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. നന്മകൾ പ്രവർത്തിക്കാതെ അത് മാറ്റിവെക്കുമ്പോൾ, അതുപോലെ തന്നെ തിന്മകൾ പ്രവർത്തിക്കുമ്പോൾ മനുഷ്യന് സ്വന്തത്തോട് എന്തുണ്ടാകണം? ലജ്ജ തോന്നേണ്ടതുണ്ട് എന്നുള്ളതാണ്. നാലാമത്തത് ജനങ്ങളുമായി കൊണ്ടുള്ള ലജ്ജയുണ്ടാവുക എന്നുള്ളതാണ്. പലപ്പോഴും മനുഷ്യരുമായി കൊണ്ട് ലജ്ജയുണ്ടാകുമ്പോൾ അള്ളാഹുവുമായി കൊണ്ടുള്ള ലജ്ജകൾ നമുക്ക് ഊട്ടി ഉറപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. മനുഷ്യരോട് നമുക്ക് ലജ്ജയില്ലെങ്കിൽ തീർച്ചയായിട്ടും റബ്ബുമായി കൊണ്ട് ലജ്ജയില്ലാത്തവനായിക്കൊണ്ട് മാറുമെന്നുള്ളതാണ്. ഇത് രണ്ടും പൂരകങ്ങളാണ്, ഒരുമിച്ച് നിൽക്കുന്ന ഒന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് മറച്ചു വെക്കാൻ, ഒളിച്ചു വെക്കാൻ, നമ്മൾ സാധാരണ രീതി പറയുന്നത് പോലെ പറ്റിക്കാൻ നിങ്ങൾക്കൊക്കെ കഴിയും. മനുഷ്യരെ പറ്റിക്കാൻ കഴിയും, മറച്ചു വെക്കാനും ഒളിച്ചു വെക്കാനൊക്കെ കഴിയും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. റബ്ബിനെ പറ്റിക്കാൻ, റബ്ബിനെ മറച്ചു വെക്കാൻ, ഒളിച്ചു വെക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യരിൽ ഈ ലജ്ജയുണ്ടാകുമ്പോൾ, മനുഷ്യരുമായി കൊണ്ട് ലജ്ജയുണ്ടാകുമ്പോൾ അള്ളാഹുമായി കൊണ്ടുള്ള ലജ്ജകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിലേക്ക് കയറിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചു. മിമ്പറിലേക്ക് കയറാനുള്ള ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണ്? ആ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, റആ റജുലൻ യഅതസിലു. ഒരു മനുഷ്യൻ കുളിക്കുന്നത്, തുറസായ സ്ഥലത്ത് വെച്ചുകൊണ്ട് കുളിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിലേക്ക് കയറിക്കൊണ്ട് അവിടെ നിന്ന് പറയുകയുണ്ടായി, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലീമുൻ ഹയ്യുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലജ്ജയും മറയും ഇഷ്ടപ്പെടുന്നവനാണ്. അല്ലാഹു ഇഷ്ടപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ് മറയും ലജ്ജയും എന്നുള്ളത്.
അതുകൊണ്ട് ആരെങ്കിലും കുളിക്കുകയാണ് എങ്കിൽ അവൻ മറ സ്വീകരിച്ചുകൊണ്ട് കുളിക്കട്ടെ എന്നുള്ളതാണ്. മനുഷ്യരുമായി കൊണ്ടുള്ള ലജ്ജ ഉണ്ടാകണം, അല്ലേ? കാണിക്കാൻ പറ്റിയ ഭാഗങ്ങൾ മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. അത് നമുക്കുണ്ടാകണം. അത് നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ആളുകൾ തുണിയെടുക്കുമ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അവിടെ ഔറത്ത് മറയുക എന്നുള്ളത് അത് ലജ്ജ ഉണ്ടാകുമ്പോഴേ മറക്കുള്ളൂ. ലജ്ജ ഉണ്ടാകുമ്പോഴേ മറക്കുള്ളൂ. ആൾക്കാർ ഞാനെന്തോ വലിയ സംഭവമാണ്, അല്ലേ, ഞാനാണ് അത് നിയന്ത്രിക്കണം, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ വിചാരിച്ചിട്ട് എന്താക്കും, തുണി എടുക്കുന്ന ആൾക്കാരെന്താക്കും, നല്ലോണം മടുക്കത്തൊക്കെ കുത്തി, അല്ലേ, ഔറത്തൊക്കെ കാണിച്ച് വലിയ സംഭവമായിട്ടൊക്കെ ഇങ്ങനെ നടക്കും. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞല്ലോ, അല്ലേ, നിങ്ങൾ മറ സ്വീകരിക്കണമെന്ന് പറയാനുള്ള കാരണം എന്താണ്? അവിടെ നമ്മൾ ആ മറക്കേണ്ട ഭാഗങ്ങൾ കൃത്യമായി കൊണ്ട് മറക്കണമെന്നുള്ളത് തന്നെയാണ്. അത് മറക്കാതെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യരുമായി കൊണ്ട് ലജ്ജകൾ നമുക്ക് നഷ്ടപ്പെടുന്നു. അങ്ങനെ നഷ്ടപ്പെട്ടാലുള്ള പ്രശ്നം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ഇന്നഹു മൻ ലാ യസ്തഹി മിനൻ നാസ് ലാ യസ്തഹി മിനല്ലാഹ്. സഅദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, തീർച്ചയായും ജനങ്ങളോട് ലജ്ജ കാണിക്കാത്തവൻ അള്ളാഹുവോട് ലജ്ജ കാണിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. മനുഷ്യരുടെ ലജ്ജ അല്ലാത്തതുകൊണ്ടാണ് എന്താക്കുന്നത്, തൻ്റെ ഔറത്തൊക്കെ കാണിച്ചിങ്ങനെ നടക്കുന്നത്. അതാണായാലും പെണ്ണായാലും. അങ്ങനെ ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരോട് നമുക്ക് ലജ്ജ ഉണ്ടാകൂല? തീർച്ചയായിട്ടും അള്ളാഹുവുമായിക്കൊണ്ട് ലജ്ജ ഉണ്ടാകൂല. എത്ര കൃത്യമായിക്കൊണ്ടാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഇതിലെനിക്ക് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത് സ്ത്രീകളോടാണ്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ വീട്ടിൽ, അല്ലേ, ഭാര്യമാരായി പങ്ങന്മാരായി മക്കളായി കൊണ്ട് ജീവിക്കുന്ന സ്ത്രീകളെ ഇത്തരം കാര്യത്തിൽ നമ്മളൊക്കെ ഉപദേശിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട്? പുരുഷന്മാരും സ്ത്രീകളും തീർച്ചയായിട്ടും ലജ്ജ ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങനത്തെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് കുറച്ചൊക്കെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു വിഷയം തന്നെയാണിത്. ഇസ്ലാമിക അധ്യാപനങ്ങൾ എത്ര കൃത്യമായി കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. അന്യപുരുഷനും, അല്ലേ, അന്യപുരുഷന്റെ മുമ്പിൽ സ്ത്രീ പ്രത്യേകിച്ച് എന്തുള്ളവനാകണം? ലജ്ജയുള്ളവനാകണം. നമ്മളെ മക്കൾക്കൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. എങ്ങനെയുള്ള ലജ്ജയാണ് ഒരു പുരുഷന്റെ മുമ്പിലേക്ക് സ്ത്രീക്കുണ്ടാകേണ്ട ലജ്ജ? എങ്ങനെയാണ് ഒരു അന്യ സ്ത്രീയുടെ മുമ്പിലേക്ക്, അല്ലേ, ഒരാണിനുണ്ടാകേണ്ട ലജ്ജ എങ്ങനെയാണ്? ഇസ്ലാമിക ചരിത്രങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മദീനയിലെത്തി. മദീനയിൽ ചരിത്രങ്ങൾ നമ്മളൊക്കെ മനസ്സിലാക്കിയ ആളുകളാണ്. മദീനയിലെത്തിയ സമയത്ത്, അല്ലേ, അദ്ദേഹം എന്താണ്, ഒരു വെള്ളത്തിൻ്റെ ആളുകളൊക്കെ വെള്ളം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കിണറിൻ്റെ അരികിൽ നിന്ന് വെള്ളങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ രണ്ട് സ്ത്രീകൾ, അല്ലേ, അവിടെ ആടുകളെ മുമ്പോട്ട് വരാൻ തക്കവില്ലാത്ത വിധത്തിൽ ആളുകളിൽ നിന്ന് തടസ്സപ്പെട്ടുകൊണ്ടെന്നാണ് ബാക്കിൽ നിൽക്കുന്ന രംഗം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആ സ്ത്രീകൾ എന്തു പറഞ്ഞു? നിങ്ങൾ അല്പം വെള്ളം എടുത്തു തരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അവരുടെ ഈ പ്രയാസങ്ങളൊക്കെ കണ്ടപ്പോൾ എന്താക്കി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം? എന്താക്കി? അവർക്ക് വെള്ളം, അല്ലേ, അതിൽ നിന്നെന്താക്കി? കോരിക്കൊടുത്തു, വെള്ളം കൊടുത്തു. നോക്കൂ നിങ്ങൾ, ഈ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കെങ്ങനെയാണ് നോക്കൂ നിങ്ങൾ. ഫജാഅതുഹു ഇഹ്ദാഹുമാ തംശി അലസ്തിഹ്യാഇ. അവിടെ പ്രയോഗിച്ച പ്രയോഗം അങ്ങനെയാണ്. ആ രണ്ട് സ്ത്രീകളിൽ ഒരാൾ ലജ്ജിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് നടന്നു ചെന്നിട്ട് കൊണ്ട് പറഞ്ഞു. ആ രണ്ട് സ്ത്രീകളിൽ ഒരു സ്ത്രീ, അല്ലേ, അന്യപുരുഷനായിട്ടുള്ള മൂസാ നബിയുടെ അടുക്കലേക്ക് എങ്ങനെ വന്നത്? വിശുദ്ധ ഖുർആന്റെ പ്രയോഗം ലജ്ജിച്ചുകൊണ്ട്. ഒരു അന്യ പുരുഷന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ, അല്ലേ, അപരിചിതനായിട്ടുള്ള ഒരു യുവാവിന്റെ അടുക്കൽ മാന്യമായിട്ടുള്ള
ഒരു സ്ത്രീ ചെല്ലേണ്ടി വന്നാൽ, അങ്ങനെ സാഹചര്യമുണ്ടായാൽ അവരിലുണ്ടാകേണ്ട ആ ലജ്ജാശീലം, ആ അടക്കം അവളിൽ പ്രകടനമാകണമെന്നുള്ളതാണ് ഈ സംഭവങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. നമ്മുടെ മക്കൾക്കുണ്ടോ? നമ്മൾ പരിശോധിക്കുക അല്ലേ? മക്കൾക്ക് ഇതൊക്കെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥകളാണ് നമുക്കുണ്ടാകുന്നത്. ഇനി അത് മാത്രമല്ല, ചരിത്രത്തിൽ രണ്ടാമത്തെ ഒരു സംഭവം വിശദീകരിക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ, പ്രവാചകൻ ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിലാണ് അല്ലേ പ്രവാചകന്റെ ഖബർ ഉള്ളത്. നോക്കൂ നിങ്ങൾ, മറമാടിയിട്ടുള്ളത്. അവിടുത്തെ തന്നെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഉള്ളത്. അദ്ദേഹം വിശദീകരിക്കുന്ന രംഗമുണ്ട്. ഉമർ റളിയല്ലാഹുവിനെ മറവ് ചെയ്യുന്നതിന് മുമ്പ് വരെ ആയിഷ റളിയല്ലാഹു അൻഹു അല്ലേ തൻ്റെ ഭർത്താവിൻ്റെയും തൻ്റെ വാപ്പയുടെയും ഖബറിനരികിലേക്ക് ചെല്ലുമ്പോൾ മറ്റു ആളുകളുടെ അടുക്കലേക്ക് പോകുന്ന വസ്ത്രങ്ങൾ അഴിച്ചുകൊണ്ടാണ് ആ ഖബറിനരികിലേക്ക് പോയിട്ടുള്ളത്. പക്ഷേ ഉമർ റളിയല്ലാഹുവിനെ മറവ് ചെയ്തപ്പോൾ, അവിടെ ഖബറടക്കിയപ്പോൾ ഇതുവരെ പോയതുപോലെ അല്ല അവിടേക്ക് പോയിട്ടുള്ളത്. അഥവാ മറ്റു ആളുകൾ അടുക്കലേക്ക് പോകുമ്പോൾ ധരിക്കേണ്ട വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹു ആ ഖബറിന്റെ അടുക്കലേക്ക് പോയിട്ടുള്ളത്. എന്താണ് അതിന് കാരണം? ഉമർ റളിയല്ലാഹു അൻഹു അല്ലേ ഉമർ റളിയല്ലാഹുവിനോടുള്ള ലജ്ജ കാരണത്താലായിരുന്നു എന്നാണ് പ്രവാചകന്റെ വചനങ്ങൾ അല്ലെങ്കിൽ ആയിഷ റളിയല്ലാഹുവിന്റെ സംഭവങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. നമ്മൾ ആലോചിക്കുക, മരണപ്പെട്ട ആളുകൾ അല്ലേ മരണപ്പെട്ട ആളുകളുടെ അടുത്തുപോലും ലജ്ജ കാണിക്കുന്ന നമ്മുടെ ഉമ്മമാരുടെ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ വ്യക്തമാണെങ്കിൽ, മരിച്ചുപോയ ആളുകളുടെ മുമ്പിൽ ആ ലജ്ജ കാണിച്ചത് എങ്കിൽ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ അല്ലേ എത്ര ലജ്ജ കാണിക്കേണ്ടതുണ്ട്, എത്ര ലജ്ജ കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരിമാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, മഹറമല്ലാത്ത അല്ലേ അന്യ സ്ത്രീകളുടെ അന്യ പുരുഷന്മാരുടെ മുമ്പിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ അവിടെ ലജ്ജയോടുകൂടി അടുക്കത്തോടു കൂടിയിട്ടായിരിക്കണം എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. മഹറമല്ലാത്ത അല്ലേ ഒരു പുരുഷന്റെ കൂടെ ഒരു സ്ത്രീ എന്ത് ചെയ്യാൻ പാടില്ല? യാത്ര ചെയ്യാൻ പാടില്ല. അവിടെയാണ് നമുക്ക് ലജ്ജയുണ്ടാകേണ്ടത്. അത് കല്യാണങ്ങളിലായിരുന്നാൽ, അത് സൽക്കാരങ്ങളിലായിരുന്നാൽ, അത് ഷോപ്പിങ്ങിലായിരുന്നാൽ, അതൊക്കെ നമ്മൾ എന്താക്കേണ്ടതുണ്ട്? ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് കൂടിച്ചേരലുകൾ ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടിച്ചേരലുകൾ അല്ലേ നാട്ടിലുള്ള പല ആളുകളുടെയും മുമ്പിൽ പല സാഹചര്യങ്ങളിലും ആണും പെണ്ണും കൂടിച്ചേരാണ്. അവിടെ വർത്തമാനങ്ങൾ നടക്കുകയാണ്. എന്തെല്ലാം ചോദിച്ചറിയുന്ന ആളുകൾ. എവിടെ മനുഷ്യർക്ക് ലജ്ജ? നമ്മൾ ആലോചിക്കണം. എല്ലാ മേഖലകളിലും അവിടെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടാകേണ്ടത്? മനുഷ്യരുമായി കൊണ്ടുള്ള ലജ്ജയുണ്ടാകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത് എന്താ? കന്യയേക്കാളുള്ള ലജ്ജ അല്ലേ ആ ശീലം പ്രവാചകനിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. കന്യകൾക്ക് എത്രമാത്രം ലജ്ജയുണ്ടാകും? അതുപോലെയുള്ള ലജ്ജ അല്ലേ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്കുണ്ടാകണമെന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് വസ്ത്രം ധരിക്കുമ്പോൾ സഹോദരിമാർ കൃത്യമായി കൊണ്ട് പാലിക്കേണ്ടതുണ്ട്. അതാണുങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇന്ന് തുറന്നിട്ട വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് നടക്കുന്നത് സ്ത്രീകൾ. അങ്ങാടിയിലൂടെ കണ്ണുയർത്തിക്കൊണ്ട് നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫാഷന്റെ ഓരോരോ ഫാഷനുകൾ ലോകത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ, സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ഫാഷന്റെ പിന്നാലെയാണ് ഇന്ന് മനുഷ്യർ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത്തരം വസ്ത്രങ്ങൾ നോക്കിക്കൊണ്ട് അതിന് ലക്ഷങ്ങൾ മുടക്കാൻ, അതിന് സമ്പത്തുകൾ മുടക്കാൻ ലജ്ജയില്ലാത്ത വിഭാഗങ്ങളായിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് സൂചിപ്പിക്കാനുള്ളത് രക്ഷിതാക്കളോട്, നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങയുടെ മക്കൾ ഇറങ്ങുന്നുണ്ട് എങ്കിൽ നമ്മളൊക്കെ പേടിക്കണം, നമ്മളൊക്കെ ഭയക്കണം. നമ്മുടെ മക്കൾക്ക്
ഇത്തരം നല്ല ശീലങ്ങൾ, സ്വഭാവങ്ങൾ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതില്ലാതെ വന്നാൽ എന്തുണ്ടാകും? സമൂഹത്തിൽ തിന്മകൾ വർദ്ധിക്കും, നന്മകൾ കുറയും, അറിവ് തേടുന്നത് ആളുകൾ അവസാനിപ്പിക്കും. എന്ത് നഷ്ടപ്പെട്ടാൽ? ലജ്ജ നഷ്ടപ്പെട്ടാൽ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ ഖല്ല ഹയാഉ ഖല്ല വറഅഹു, മൻ ഖല്ല വറഅഹു മാത ഖൽബഹു. അദ്ദേഹത്തിന്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ. ലജ്ജ ഒരാളിൽ കുറഞ്ഞാൽ സൂക്ഷ്മത അവനിൽ കുറയും, സൂക്ഷ്മത അവനിൽ കുറയും. എന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത വാക്കെന്താ? വമൻ ഖല്ല വറഅഹു മാത ഖൽബഹു. ആരിലാണോ സൂക്ഷ്മത കുറയുന്നുവോ അവന്റെ ഹൃദയം മരിക്കുമെന്നുള്ളതാണ്. ചത്ത ഹൃദയമായിരിക്കും. മരിച്ച ഹൃദയത്തിലേക്ക് മനുഷ്യനോട് നമ്മൾ എന്ത് വേദാത ഓദിച്ചാ കാര്യമുള്ളത്? ഒരു കാര്യം ഉണ്ടാവില്ല. ഇതുപോലെയായിരിക്കും ഈ നല്ല ഗുണങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുക എന്നുള്ളത്. മഹാന്മാർ പ്രവാചകന്റെ വചനങ്ങൾ ഒക്കെ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് എങ്കിൽ വസ്ത്രത്തിൻ്റെ വിധത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ സൂക്ഷിക്കണം. നിര്യാണിക്ക് താഴെ പുരുഷന്റെ വസ്ത്രം താവുന്നുണ്ട് എങ്കിൽ ഞാൻ പറയുന്നത് റബ്ബുമായി കൊണ്ട് നമുക്ക് ലജ്ജ നഷ്ടപ്പെടുന്നു. അനുഗ്രഹങ്ങൾ, വസ്ത്രമെന്ന അനുഗ്രഹം റബ്ബാണ് നമുക്ക് നൽകിയത്. റബ്ബ് ആ റബ്ബിനെ കണ്ണ് വെട്ടിച്ച് നമുക്കെങ്ങനെ ആ വസ്ത്രം ഒന്ന് താഴ്ത്തുടുക്കാൻ കഴിയും? റബ്ബ് കാണുന്നു എന്ന ബോധം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കണം. പലരും ആളുകളെ പറ്റിക്കുന്ന ആളുകളാണ്. വസ്ത്രത്തിന്റെ വിധാനത്തിലൊക്കെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ മനുഷ്യന്മാർ അള്ളാഹുവിനെ പറ്റിക്കുന്ന ആൾക്കാരാണ്. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, പള്ളിയിലേക്ക് വരുമ്പം നമ്മൾ നോക്കൂ നിങ്ങൾ, ആണായാലും പെണ്ണായാലും ഇസ്ലാമിക വസ്ത്രങ്ങൾ അവർ കൃത്യമായി കൊണ്ട് പാലിക്കുന്നു. പള്ളിയിലേക്ക് കയറുമ്പോൾ താന്ന വസ്ത്രങ്ങൾ ഒന്ന് കയറ്റി കൊടുക്കും, നമ്മൾ ഒന്ന് മടക്കി വെക്കും. ഇല്ലേ? ഉണ്ട്. ഇനി സ്ത്രീകളോ എത്ര നല്ല വസ്ത്രങ്ങൾ, ഔറത്ത് മുഴുവനും മറച്ച പർദ്ദ ധരിച്ചുകൊണ്ടവർ കടന്നു വരുന്നു. ഇതേ മനുഷ്യൻ തന്നെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ മടക്കി വെച്ചത് പള്ളി നട ഇറങ്ങുമ്പം തന്നെ എന്താക്കും? അതിങ്ങനെ കൈകൊണ്ടട് താത്തിട്ടട് പോവും. അല്ലേ? എത്ര ആളുകളെ നമ്മൾ കാണുന്നു. ഇതേ സ്ത്രീ കല്യാണത്തിന് പോകുമ്പോൾ എന്തു വസ്ത്രങ്ങൾ ധരിച്ചിട്ടാണ് പോകുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അള്ളാഹുവിനെ പറ്റിക്കുന്ന ചിലർ, നിങ്ങൾ ആലോചിക്കണം, ചിന്തിക്കണം. റബ്ബിനോടുള്ള ലജ്ജ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം. ആരെയാണ് നമ്മളെ പറ്റിക്കുന്നത്? നമ്മൾ വിചാരിക്കുന്നു പലതും, നമ്മൾ പലതും ചിന്തിക്കുന്നു. ഇതല്ലേ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞത് ഇതുണ്ടാകാൻ പാടില്ല, ഇതുണ്ടാകാൻ പാടില്ല. ഒരൽപ്പം നമുക്ക് ഒന്ന് ഉയർത്തിയത് കൊണ്ട് എന്താണ് നമുക്ക് നഷ്ടപ്പെടാനുള്ളത്? ചില ലജ്ജ കൊണ്ട് എന്താക്കും? ആളുകൾ എന്താക്കും? നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന കാര്യത്തിൽ എന്തുണ്ടാകും? അല്പമൊക്കെ പിറകോട്ട് നിൽക്കും. ഞാനത് പറഞ്ഞപ്പോൾ എന്താ ആളുകൾ വിചാരിക്കുക? അങ്ങനെ ഓനോടിപ്പം ഞാൻ പറഞ്ഞാൽ എന്താ വിചാരിക്കുക? ഓനെ കുറിച്ച് എന്ത് വിചാരിക്കും? ഇന്ന് അങ്ങനെയാണ് ആളുകളുടെ ചിന്ത. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഇത്തരം നല്ല ശീലങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഹൃദയങ്ങൾ മരിക്കുന്നവരായി കൊണ്ട് മാറുന്നു. അതുണ്ടാകരുത്. അതുകൊണ്ട് ഇത്തരം നല്ല ഗുണങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ലജ്ജ
പാടില്ലാത്ത സന്ദർഭങ്ങളും നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. എല്ലാ കാര്യത്തിനും ലജ്ജ ആവശ്യമില്ല. അതിലൊന്ന്, ദീന് വിജ്ഞാനം നേടുന്നതിൽ നമുക്ക് എന്തുണ്ടാകാൻ പാടില്ല? ലജ്ജയുണ്ടാകാൻ പാടില്ല. ദീനിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ എന്തുണ്ടാകാൻ പാടില്ല? ലജ്ജ ഉണ്ടാകരുത്. ഓനെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാനിതൊന്നും പഠിച്ചിട്ടില്ലേ എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. സ്വഹാബ വനിതകൾ അല്ലേ, ദീനിൻ്റെ ഓരോ കാര്യങ്ങൾ പഠിക്കാൻ അവർ ലജ്ജയില്ലാതെ പ്രവാചകൻ്റെ അടുക്കൽ ചോദിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകൻ ആയിഷ റളിയല്ലാഹു പറഞ്ഞല്ലോ, നിഅമൻ നിസാ നിഅമൽ അൻസാരി, അൻസാരി സ്ത്രീകൾ എത്ര നല്ലവരാണ്, അൻസാരി സ്ത്രീകൾ എത്ര നല്ലവരാണ്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു പറഞ്ഞ വാക്കെന്താണ്? ദീന് പഠിക്കുന്ന കാര്യത്തിൽ ലജ്ജ അവരെ തടയുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ദീന് പഠിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും എന്തുണ്ടാകാറില്ല? ലജ്ജ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തത്, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നതിൽ നമുക്ക് ലജ്ജ ഉണ്ടാകാൻ പാടില്ല. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത്. മൂന്നാമത്തത്, മനസ്സിലാക്കിയ സത്യങ്ങൾ തുറന്നു പറയുന്നതിൽ നമുക്ക് ലജ്ജ ഉണ്ടാകരുത്. നമ്മുടെ സാഹചര്യങ്ങളും കാലഘട്ടങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ എന്തെങ്കിലും ഒരു സത്യം തുറന്നു പറഞ്ഞാൽ അതിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രംഗങ്ങളാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് എന്തുണ്ടാകാൻ പാടില്ല? ലജ്ജയുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. നാലാമത്തത്, ലജ്ജ തിന്മകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ, ലജ്ജ എന്ന് പറയുന്നത് തിന്മകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നോക്കുമ്പോൾ അല്ലേ, നിഷിദ്ധമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നോക്കുമ്പോൾ, മഹറമല്ലാത്ത ഒരു സ്ത്രീയുടെ കൂടെ നമ്മൾ യാത്ര ചെയ്യാൻ നോക്കുമ്പോൾ, അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അത്തരം ആളുകളെ ഉണ്ടാകുമ്പോൾ അവരെ അത് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളിൽ ഊട്ടപ്പെട്ട കാര്യങ്ങളാണ് എന്നുള്ളതാണ്. ഇസ്ലാമിക അധ്യാപനങ്ങൾ പാലിക്കുന്നതിൽ നമുക്കൊരിക്കലും തന്നെ ലജ്ജയുണ്ടാകാൻ പാടില്ല. ദീനിൻ്റെ കാര്യങ്ങൾ അതേപടി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുന്നതിൽ നമുക്ക് എന്തുണ്ടാകാൻ പാടില്ല? ലജ്ജയുണ്ടാകാൻ പാടില്ല. ആളുകൾ എന്തൊക്കെ വിചാരിച്ചോട്ടെ. ഇപ്പോൾ ഉദാഹരണത്തിന് ചില ആളുകൾ എന്താക്കും, ഞാൻ താടി വെച്ചപ്പോൾ എന്താ ആൾക്കാർ വിചാരിക്കുക? ചില ആൾക്കാർ അങ്ങനെ ചിന്തിക്കുക, എന്നെക്കുറിച്ച് ഇപ്പോൾ ആൾക്കാർ എന്തായിരിക്കും പറയുക? എത്ര കാലം ഞാൻ താടിയൊന്നും വെച്ചില്ല, ഇനിയിപ്പോൾ ഈ സുപ്രഭാതത്തിൽ താടി വെച്ചാൽ എന്തായിരിക്കും? ഞാൻ ഇതുവരെ ക്ലീൻ ഷേവ് ചെയ്നി അല്ലേ, ഇനി ഞാൻ താടി വെച്ചാൽ ആൾക്കാർ എന്തൊക്കെ പറയും? ഓ വലിയ മുത്തക്കയായി. സഹോദരന്മാർ, ഇത്തരം കാര്യത്തിൽ നമുക്ക് ലജ്ജ ഉണ്ടാകാൻ പാടില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സത്യം അല്ലേ, ഒരു കാര്യം നമ്മളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിൽ എന്തുണ്ടാകാൻ പാടില്ല? ലജ്ജ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ലജ്ജ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, പിശാച് നല്ല ശ്രമങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ശൈത്താൻ ഇടപെടും. സകലജാതി തോന്നിവാസത്തിലേക്കും ശൈത്താൻ നമ്മളെ കൊണ്ടുപോകും. അതാണ് നമ്മൾ ഇന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ രംഗങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അല്ലേ, ഓരോ തിന്മകൾ ഒരു ലൈസൻസും ഇല്ലാതെ നമ്മുടെ നാടുകളിൽ നടമാടുന്നത് ഇത് നഷ്ടപ്പെട്ടപ്പോൾ മാത്രമാണ് അല്ലേ. രഹസ്യ അറകളിൽ, റൂമുകളിൽ വരെ നടക്കേണ്ട കാര്യങ്ങൾ പരസ്യമായി കൊണ്ടിന്ന് സമൂഹത്തിൽ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനൊക്കെ കാരണങ്ങൾ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കി ബോധ്യപ്പെട്ടുകൊണ്ട് അല്ലേ, ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മുടെ നാടുകളിലുള്ള അറിയാത്ത ആളുകൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, രക്ഷിതാക്കളിൽ ഈ ലജ്ജ ഉണ്ടാകുമ്പോൾ മാത്രമാണ് കുട്ടികളിലും ആ ലജ്ജ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ബോധവും നമുക്കുണ്ടാവുക. അള്ളാഹു അത്തരത്തിലുള്ള സൽഗുണങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഒരു കൂട്ടരെ സ്വർഗത്തിലേക്കും മറ്റൊരു കൂട്ടരെ നരകത്തിലേക്കും വേർതിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് വേർതിരിക്കുന്ന ആളുകളിൽ
അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി കൊണ്ടൊക്കെ നമ്മളിൽ പലരും പല രൂപത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളാണ്. അള്ളാഹു എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് തരുമാറാകട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കി തരുമാറാകട്ടെ. സുഖവും സൗഖ്യവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ധാരാളം രോഗികൾ പ്രാർത്ഥനകൾ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ മാനന്തവാടിക്ക് വന്ന സമയത്ത്, ചായ കുടിക്കുന്ന ഒരു സമയത്ത് സ്ഥിരമായി ഖുത്ബ കേട്ടുകൊണ്ടിരിക്കുന്നൊരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ആക്സിഡൻറ്റ് പറ്റിയ രംഗം ഇങ്ങനെ കാണിച്ചു തന്നു. ശരിക്കും നമുക്ക് അതിലേക്ക് നോക്കി നിൽക്കാൻ പോലും പറ്റാത്ത രൂപത്തിലുള്ള വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാഴ്ചകളാണ് കണ്ടിട്ടുള്ളത്. ഒരു വട്ടേ ഞാൻ നോക്കിയിട്ടുള്ളൂ. നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ധാരാളം രോഗികളുണ്ട്. അള്ളാഹുയുടെ രോഗത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗത്തിന് അള്ളാഹു ശമനം നൽകി